ഗോപാലേട്ടാ, ഗോപാലേട്ടാ ചതിച്ചു. എന്ത് പറ്റി? ആ മേഡം ദേ ഇങ്ങോട്ട് വരുന്നു. സിത്താര മേഡം അല്ല, ആ കൂടെയുള്ള പെണ്ണ് സിനി. ഉറപ്പാ ഗോപാലേട്ടാ, നമ്മള് വേഷം മാറി നിൽക്കുന്നതൊക്കെ അവിടെ പിടിച്ചിട്ടുണ്ട്. അതൊന്നും ആവില്ല. ഒന്നെങ്കിൽ കൃഷ്ണമോളെ അവിടെ കൊണ്ടുപോയതൊക്കെ അവരറിഞ്ഞു, അല്ലെങ്കിൽ ഫോട്ടോ എന്തോ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഗോപാലേട്ടനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. ഹലോ, ഇവിടെ ആരുമില്ലേ? ഹലോ, അതെ, എന്നെ ഇപ്പൊ അവര് കണ്ട പ്രശ്നാവും. ഇവിടെ ആരുമില്ലേ? ഗോപാലേട്ടൻ ഞാൻ എല്ലാം തലയിലെടുത്ത് വെച്ചതാ. ദേ എന്താന്ന് വെച്ചാ പോയി സമാധാനം പറഞ്ഞോ. അല്ല സുനന്ദേ, ഞാനിപ്പോ പോയാല് ഒന്നും പറയണ്ട, ചെല്ല് 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 ഗോപാലേട്ടാ, ചെല്ല്. ശോ, ദൈവമേ, എന്തൊക്കെ സംഭവിക്കോ എന്തോ. നിങ്ങളുടെ പേര് ഗോപാലൻ എന്നല്ലേ? അതെ. നിങ്ങളുടെ കൂടെ ലോട്ടറി വിൽക്കുന്ന ഒരു പെൺകുട്ടിയില്ലേ, അതാരാ? എന്റെ കൂടെ അങ്ങനെ പ്രത്യേകിച്ച് ആരുമൊന്നും ഇല്ല മാഡം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പെൺകുട്ടി സഹായിക്കാനൊക്കെ. അതാ ചോദിച്ചേ, ആരാ പെൺകുട്ടി? എവിടെയുള്ളതാ? അതെന്റെ നാട്ടിലുള്ളതാ. ആ പെൺകുട്ടിയെ കുറിച്ച് വിശദമായിട്ട് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരണം. സീതാര മാമിന്റെ അടുത്തേക്കാ, ഗാഥ ഇൻഡസ്ട്രീസിന്റെ ഉടമ. എന്താ, വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ മാഡത്തിനോട് ഇങ്ങോട്ട് വരാൻ പറയാം. വേണ്ട, ഞാൻ വരാം. ഞാനൊന്ന് പറഞ്ഞിട്ട്. അയ്യോ, സംഗതി കൃഷ്ണയുടെ കാര്യം ചോദിക്കാൻ തന്നെയാ. എന്നോട് സിത്താര മാഡത്തിന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞിരിക്കുക. നിങ്ങൾ ചെല്ലാന്ന് പറഞ്ഞോ? ചെന്നില്ലെങ്കിലേ അവര് മാഡത്തിനെ കൂട്ടി ഇങ്ങോട്ട് വരും. അത് അതിനും വലിയ അപകടമല്ലേ? അയ്യോ സുനന്ദേ, ഞാൻ പോയിട്ട് വരാം. ഇടയ്ക്ക് നീ എന്നെ ഒന്ന് വിളിക്കണേ. ഒന്ന് മിണ്ടാതിരുന്നേ. കൃഷ്ണയുടെ കാര്യം സിത്താര മാഡം അറിയണമെന്ന് നമ്മൾ കരുതി, അത് അറിയുകയും ചെയ്തു. ഇനി അത് നല്ലതിനായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കും. നീ ഒരു ഷർട്ടിങ് എടുത്ത്, ഞാൻ പോയിട്ട് വരാം. എന്റെ പൊടിച്ചൊരങ്ങോട്ട് ഭഗവതി, ഈ പോണ ഷേപ്പിൽ തന്നെ ഇങ്ങോട്ട് വരണ്ടേ? പോവാം മേഡം. ഞാൻ എന്റെ വണ്ടി വന്നാ മതിയോ, അതാ കാറിൽ വരണം? ഒന്നിച്ചു പോവാം, കേറിക്കോ. എന്റെ മുടിച്ചനങ്ങോട്ട് ഭഗവതി കാത്തോണേ. ദൈവമേ, ഒന്നും വരുത്തല്ലേ.